ഇത് അടുത്ത ബേസിക് മാത്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ, നിങ്ങൾക്ക് സംശയങ്ങളുള്ളൊരു സെഷൻ ആണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. നോക്കിക്കടാ, ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് 4x + 3x എത്രയാണെന്ന് ചോദിക്കുവാണ്. അതുപോലെ 2y + 7y എത്രയാണെന്ന് ചോദിക്കുവാണ്. 12x - 3x എത്രയാണെന്ന് ചോദിക്കുവാണ്. 9x + 2y എത്രയാണെന്ന് ചോദിക്കുവാണ്. 3x + 2 എത്രയാണെന്ന് ചോദിക്കുവാണ്. 4 + 4y എത്രയാണെന്ന് ചോദിക്കുവാണ്. ഇത്രയും സാധനങ്ങളുടെ ആൻസർ ഒന്ന് മനസ്സിലാലോചിച്ചേ. ഇത്രയും സാധനങ്ങളുടെ ആൻസർ ഒന്ന് നിങ്ങൾ വെറുതെ മനസ്സിലാലോചിച്ചേ, ചെയ്യണ്ട, വെറുതെ മനസ്സിലൊന്ന് ആലോചിച്ചേ. ഇനി ഇവിടെ ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എടാ, 2 സാധനങ്ങൾ കൂട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ നോക്കിയേ, നിങ്ങളുടെ ഈ കയ്യിൽ 5 മാങ്ങ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ കയ്യിൽ എത്ര മാങ്ങയുണ്ട്? 5 മാങ്ങ. ഈ കയ്യിൽ 3 മാങ്ങ. ഈ കയ്യിൽ എത്ര മാങ്ങ? 5 മാങ്ങ. ഈ കയ്യിൽ എത്ര മാങ്ങ? 3 മാങ്ങ. ഇത് രണ്ടും കൂടി ചേർത്ത് എത്ര മാങ്ങകളായി? അല്ലേ, 5 മാങ്ങയും 3 മാങ്ങയും ചേർന്ന് മൊത്തം എത്ര മാങ്ങ? 8 മാങ്ങയായി. രണ്ടും മാങ്ങകളായതുകൊണ്ട് നമുക്ക് കൂട്ടി 8 മാങ്ങകളെന്ന് പറയാം. കേട്ടല്ലോ? അതുപോലെ ഈ കയ്യിൽ 4 തേങ്ങകളുണ്ട്, ഈ കയ്യിൽ 2 തേങ്ങകളുണ്ട്. ഈ കയ്യിൽ എത്രയാണ്? 4 തേങ്ങ. ഈ കയ്യിലും 2 തേങ്ങ. അപ്പോൾ ഈ 4ഉം 2ഉം കൂടി ചേർത്ത് ഞാൻ പറയുവാണ് മൊത്തം എൻ്റെ കയ്യിൽ 6 തേങ്ങകളുണ്ട് എന്ന് പറയുവാണ്. ഓക്കെ അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. എൻ്റെ ഈ കയ്യിൽ 5 മാങ്ങകൾ. ഈ കയ്യിൽ എത്ര മാങ്ങകൾ? 5 മാങ്ങകൾ. ഈ കയ്യിൽ എത്ര തേങ്ങകൾ? 3 തേങ്ങകൾ. എൻ്റെ ഈ കയ്യിൽ 5 മാങ്ങയും ഈ കയ്യിൽ 3 തേങ്ങയുമാണുള്ളത്. ഈ കയ്യിൽ 5 മാങ്ങ, ഈ കയ്യിൽ 3 തേങ്ങ. ഇത് രണ്ടും കൂടി ഞാൻ ചേർക്കുവാണ്. ഈ മാങ്ങയും തേങ്ങയും കൂടി ചേർത്തു. അപ്പോൾ മൊത്തം 8 എന്ന് കിട്ടി. 8 എന്ത് സാധനമാണ്? മാങ്ങയാണോ? അല്ല. 8 തേങ്ങയാണോ? അല്ല. ഇത് രണ്ടും 2 സാധനങ്ങളല്ലേ. ഈ മാങ്ങയും തേങ്ങയും കൂടി കൂട്ടാൻ പറ്റുമോ? കൂട്ടി 8 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കൂട്ടണതിനും കുറയ്ക്കുന്നതിനും നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരേ സാധനമാണെങ്കിൽ കൂട്ടാം. മാങ്ങയും മാങ്ങയാണെങ്കിൽ കൂട്ടാം, തേങ്ങയും തേങ്ങയാണെങ്കിൽ കൂട്ടാം. മാങ്ങയും തേങ്ങയും കൂടി എടുത്ത് വെച്ച് കൂട്ടാൻ പറ്റുമോ? ഇല്ല. കേട്ടല്ലോ? അപ്പോൾ കൂട്ടുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സാധനങ്ങളാണെങ്കിൽ നമുക്ക് കൂട്ടി എഴുതാം. നോക്ക്, എക്സ് രണ്ടിടത്തും എക്സ് തന്നെയാണ്, കൂട്ടാം. വൈ രണ്ടും വൈ തന്നെയാണ്, കൂട്ടാം. എക്സ് രണ്ടും എക്സ് തന്നെയാണ്, കുറയ്ക്കാം. എക്സ് വൈ ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും, ഒരെണ്ണം മാങ്ങയും ഒരെണ്ണം തേങ്ങയും വേറെ സാധനമായി പോയി, കൂട്ടാൻ പറ്റുവാടാ? ഇല്ല. ഇവിടെ ഒരെണ്ണം എക്സ് ഒരെണ്ണം നമ്പർ എന്ന് പറഞ്ഞാലും വേറെ സാധനമായി പോയി. 3x ഒരെണ്ണം എക്സും ഒരെണ്ണം നമ്പരുമാണ്, അതും മാങ്ങയും തേങ്ങയും പോലെ ആയിപ്പോയി, അതും കൂട്ടാൻ പറ്റത്തില്ല. അടുത്ത് നോക്ക്, 4 + 4y ഒരെണ്ണം വൈയിലാണ്, ഒരെണ്ണം വെറും നമ്പറാണ്, രണ്ടും 2 സാധനങ്ങളല്ലേ, കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരേ സാധനങ്ങളാണെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കൂട്ടാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചോളണം. നോക്ക്, ഇവിടെ 4x-ഉം 3x-ഉം രണ്ടും എക്സുകളാണ്. 4x-ഉം 3x-ഉം കൂടി കൂട്ടി എത്ര എഴുതി? 7x എഴുതി. അടുത്തത് 2y-യും 7y-യും രണ്ടും വൈകളാണ്. എത്രയാണ്? 9y. 12x - 3x മൊത്തം 12x ഉണ്ട്. അതിനകത്ത് നിന്ന് 3x എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്ര എക്സുകൾ? 9x. ഒരേ സാധനം ചെയ്യാം. നോക്ക്, ഇവിടെ 1x-ഉം 1y-യുമാണ്, കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ എഴുതിക്കോളണം, 9x + 2y. ഇത്രേ ഉള്ളൂ. ഇത്രേ ചെറുതാക്കാൻ പറ്റുള്ളൂ, അതല്ലാതെ വേറെ പരിപാടികളൊന്നും നടക്കൂല. 3x + 2 ഒരെണ്ണം എക്സിലും ഒരെണ്ണം വെറുതെ 2-ലുമാണ്. ഇത് രണ്ടും കൂടി കൂട്ടി 5x എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 1x-ഉം 1 നമ്പരുമാണ്. ഇത് 4y-യും 4-ഉം കൂടി കൂട്ടി 8y എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടും y, രണ്ടും x ആണെങ്കിൽ കൂട്ടാം. ഇത് ഒരെണ്ണം y-യും ഒരെണ്ണം x-ഉം ഒരെണ്ണം നമ്പരുമാണ്, അത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതിയിട്ടേക്കണം. ഓക്കെ അല്ലേ? അപ്പൊ കൂട്ടുന്ന കാര്യം മനസ്സിലായോ മക്കളെ? കൂട്ടുന്ന കാര്യം മനസ്സിലായോ? ഒരേ സാധനങ്ങളാണെങ്കിൽ, ഒരേ ഐറ്റങ്ങളാണെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കാം. ഇനി ഗുണിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. ഇത് നോക്കിയടാ, 4x × 2y ഇത് പറയണം.
4y ഇൻറ്റു 3x ഇത് പറയണം, 3x ഇൻറ്റു 2 പറയണം, 9y ഇൻറ്റു 3 പറയണം, 2x ഇൻറ്റു 3x പറയണം, 9y ഇൻറ്റു 2y പറയണം. കേട്ടല്ലോ? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗുണിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിയമങ്ങളൊന്നും നോക്കണ്ട. നമ്പറുകളെല്ലാം ഒരുമിച്ച് ഗുണിക്കണം, ബാക്കിയുള്ളതെല്ലാം കൂടി ഒരുമിച്ച് ഗുണിക്കണം, അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾ സെയിം ആണോ സെയിം അല്ലേ എന്നൊന്നും നോക്കണ്ട. അത് നോക്കേണ്ടത് കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വരുമ്പോഴാണ് സെയിം ആണോ എന്ന് നോക്കേണ്ടത്. ഗുണിക്കാൻ വരുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ അതൊന്നും നോക്കണ്ട. എങ്ങനെ ചെയ്യും? 4x-ഉം 2y-യും ആദ്യം 4ഉം 2ഉം കൂടി ഗുണിക്കുക. 4 × 2 എത്രയാണ്? 8. ഇവിടെ പിന്നെ എക്സും വൈയും അല്ലേ, എക്സും വൈയും കൂടി ഗുണിച്ച് ഒരുമിച്ച് XY എന്നങ്ങോട്ട് എഴുതിക്കോളണം. എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ച് ഒരുമിച്ച് അങ്ങോട്ട് എഴുതിക്കോളണം. അപ്പോൾ ഇവിടെ നോക്ക്, 4 × 3 12, വൈയും എക്സും കൂടി ഗുണിച്ച് YX എന്നങ്ങോട്ട് എഴുതിക്കൊള്ളണം. തിരിച്ച് XY എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കേട്ടല്ലോ? ലെറ്ററുകളെല്ലാം ഗുണിച്ച് അങ്ങോട്ട് എഴുതിക്കൊള്ളണം. ഇത് ഇവിടെ നോക്കിയോ, 3x × 2 നമ്പറുകൾ 3 × 2 6. എക്സിൻ്റെ കൂടെ ഗുണിക്കാനൊന്നുമില്ല, അപ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് മാത്രം അങ്ങോട്ട് എഴുതിക്കോളണം. നോക്ക്, 9y × 3 9 × 3 27 വന്നു. ഒരു 3ഉം 9ഉം കൂടി ഗുണിച്ച് 27. y മാത്രമല്ലേ ഉള്ളൂ, ആ y അതുപോലെ തന്നെ എഴുതി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 3 × 2 എന്താണ്? 6. ഇനി നേരത്തെ എക്സും വൈയും എഴുതിയ പോലെ ഇവിടെ ഒരു എക്സ് ഇവിടെ ഒരു എക്സ്, ഈ എക്സ് എന്ന് എഴുതണോ? കാര്യം രണ്ടും ഒരേ സാധനങ്ങളാണെങ്കിൽ ഗുണിക്കാം. അതാണ് നമ്മൾ സ്ക്വയറുകളിൽ നിന്നും പറഞ്ഞ് നേരത്തെ പഠിച്ചത്. എന്താണ്? എക്സും കൂടി ഗുണിച്ചാൽ x² എന്ന് പറയും. ഒരേ സാധനം തന്നെ രണ്ടെണ്ണം വന്നു അല്ലേ? അപ്പോൾ ഇത് നോക്ക്, 9 × 2 18, വൈയും കൂടി ഗുണിക്കുമ്പോൾ എന്താണ്? y². ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഒരേ സാധനങ്ങളാണെങ്കിൽ മാത്രമേ കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഗുണിക്കാനാണെങ്കിൽ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക, ലെറ്ററുകൾ തമ്മിൽ ഗുണിക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഓക്കെ ആയില്ലേ? ഇത്രേ ഉള്ളൂ.